ഇന്ന് നമ്മൾ ഉച്ചയാകുമ്പോൾ തന്നെ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങടാ റിസോർട്ടിൽ പോണേ? ടാറ്റ പോവാണ് പറ, ടാറ്റ പറ. ആ ടാറ്റ. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. ഒരാൾക്ക് നമ്മൾ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. തൊട്ടിട്ട് മുടി കെട്ടി കാണിച്ചു കൊടുക്ക്. ചിരിക്കി ചിരിക്കടി. ദിച്ചുട്ടി നമ്മുടെ നടുവിലിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വണ്ടിയിൽ പോകുക എന്നുള്ളതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരുന്നാൽ പിന്നെ അവിടെ എത്തണ വരെയും അവിടെ നിന്ന് തിരിച്ച് വരുന്നവരെയൊക്കെ ആ ഒരു സൈഡിലേക്ക് തന്നെ ഇട നോക്കിയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പകുതി എത്തുമ്പോഴേക്കും ഉറങ്ങുമെന്ന് വിചാരിച്ചു അവൻ. പക്ഷെ അവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങുന്ന ആളാട്ടോ. പക്ഷെ പ്രാവശ്യം ഉറങ്ങിയിട്ടുണ്ടായില്ല. ഫുള്ള് കോട വന്ന് മൂടിയിരിക്കുകയാണ് കേട്ടോ. നല്ല വെയില്. കറങ്ങാൻ പോയിട്ട് കറങ്ങി ലാസ്റ്റ് നമ്മൾ നെല്ലിയാമ്പതി എത്തിപ്പെട്ടിരിക്കുന്നു. സൗത്തട്ടി അങ്ങനെ നമ്മളിപ്പോൾ സീതാർകുണ്ട് എത്തിയിട്ടാ. മഴയൊന്നും കാര്യം പോലെ മഴയൊന്നും നമുക്ക് കിട്ടിയില്ല. കോടയുണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അത്യാവശ്യം നന്നായി നമുക്ക് പകുതി എത്തുമ്പോൾ തുടങ്ങി നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ കോട്ട അയച്ചിട്ട് നിന്ന് പിന്നെയും കോട്ടിട്ടു. അങ്ങനെ പ്രാവശ്യം ഇതാപ്പോൾ നോക്ക്, ഇവിടെ നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ. സ്വത്തട്ടി ഒന്ന് നോക്കിച്ചിരിക്കടി, ഒരു ഹായ് പറയടി. ഇപ്പോൾ ഞങ്ങൾ സാധാ ഇങ്ങനെ കറങ്ങണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഒന്ന് കറങ്ങി, പക്ഷെ കറങ്ങി ലാസ്റ്റ് നെല്ലിയാമ്പതി എത്തി. പക്ഷെ സ്വത്തുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരയോ, നല്ലോണം വളവും തിരിവല്ല, ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കരയുമെന്ന് വിചാരിച്ചു. പക്ഷെ അവനെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൻ ഓക്കെയാണ് അല്ലേ? ഓക്കെ അല്ലേ മാൻ? സുത്തുമേ ഓക്കെ അല്ലേ? ഇന്ന് ഹായ് പറയ്, ഒരു ഹായ് പറയ്, ഹായ് പറയ്, കൈ കാണിക്കേ. ആ അവൻ അവൻ്റേതായ ഭാഷയിൽ എന്തൊക്കെ പറയും. അങ്ങനെ കുറച്ച് തണുവുണ്ട് കേട്ടോ, വെയിലുണ്ട്, പക്ഷെ നേരിയ തണുവൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങാനും മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇവന് എടുത്തിട്ട് കോട്ടിട്ട് കൊടുത്താലും കുറച്ച് പ്രശ്നം. പക്ഷെ മഴ കിട്ടിയില്ലാന്ന് കയറുമ്പോൾ ഒരു രസമുള്ളൂ. നല്ല അന്തരീക്ഷം. ഫൈനലി നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടാ. ഇപ്പോൾ ഇതിങ്ങനെ കാണാനായിട്ട് എന്ത് രസമാണില്ലേ? ആകാശവും ഭൂമിയും കുന്നും മലയൊക്കെ ഒന്നായി നിൽക്കും പോലെയില്ലേ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ഒരു പെൺകുട്ടി വരും കേട്ടോ. ആളെ വന്ന് ആ അറ്റത്തുനിന്ന് എത്തി നോക്കണുണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയിട്ടോ. നേരെ പോയി അറ്റത്ത് നിന്ന് എത്തി നോക്കിയിട്ട് വേഗം ചേട്ടൻ വിളിച്ച് ചീത്തറിഞ്ഞപ്പോൾ വേഗം അങ്ങോട്ട് പോന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ നെല്ലിക്ക് എന്തൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നെല്ലിങ്ങനെ തളിർത്തൊന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ. ഒരു ഓഗസ്റ്റ് മാസത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ആയിരുന്നു കേട്ടോ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ തെച്ചുട്ടീനെ വിളിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ആരെ കണ്ടാലും പോകും എന്നുള്ളൊരു ടൈപ്പാണല്ലോ. ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ഫുള്ളും ഭയങ്കര വെയിലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അന്തരീക്ഷം കുറച്ചൊരു കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സൈഡിൽ നമുക്ക് നല്ല കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ നല്ല കോട ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്.
ഒരു ഭാഗം വെയിൽ താഴുന്നുണ്ട് അല്ലേ, ഒരു ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് ഇതാ കോട നിറഞ്ഞു, ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിൽ. അതിനിടയിൽ ഒരുത്തം ബിസ്ക്കറ്റ് കിട്ടാണ്ട് ഇവിടെ വണ്ടിയിലിരുന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൻ എണീറ്റ് നിന്ന് കാണണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നടുവിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആളൊക്കെ എണീറ്റ് നിൽക്കാതെയുള്ള ബഹളമായിരുന്നു. ചക്കരയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ ഇവനെങ്ങനെ നിൽക്കണം. പിന്നെ ഇവനെ ഭയങ്കര വാശി തുടങ്ങിയിട്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കാണ് വാശി തുടങ്ങി. പിന്നെ ഇവിടെ നടക്കണം, ഓടണം, പിന്നെ അവിടെ പോയിട്ട് കണ്ട കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. പോത്തുണ്ടി ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മൾ വരുന്ന സമയത്ത്. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ എവിടെ നിർത്താണ്ട് നമ്മൾ പോയിട്ടാ. പക്ഷേ ഇപ്പം ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മളിവിടെ ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കണ്ടോ കോട നോക്കിയോട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. കോട അത്യാവശ്യം നല്ലോണം ഇതായിട്ടുണ്ട്, പരക്കാൻ തുടങ്ങി കേട്ടോ. കോട നന്നായി പരക്കാൻ തുടങ്ങി. മിക്കവാറും ആ ഭാഗത്തൊക്കെ മഴയുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഉണ്ണീനെ കൊണ്ട് താഴോട്ട് ഇറങ്ങണം. ആ ഭാഗത്തേക്ക് മഴക്കാറ് കണ്ടോ, മഴക്കാറ് ഇറങ്ങി വരിക കേട്ടോ. ഏറ്റവും മുകളിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വേണ്ടി ഇപ്പോൾ അവിടെ മഴ പെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോരാത്തന്നെ ഇടഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റും കൂടി കയ്യിൽ കൊടുത്തപ്പോൾ ആൾ ഓക്കെ. പിന്നെ അപ്പുറത്ത് കൂടെ പോകുന്ന വണ്ടിക്കാരെയൊക്കെ നോക്കിയിട്ട് വിളിക്കുന്നുണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്, അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആൾ. സ്വത്തുട്ടി നല്ല ഉറക്കമായിട്ടോ. സ്വത്തുട്ടി നല്ല ഉറക്കം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ എത്തി. നല്ല വിശപ്പാണ്, നല്ല വിശപ്പ്. ഫുഡ് കഴിക്കാണ്ട് പോയി അവിടെ കഴിച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ്. സ്വത്തുട്ടി നല്ല ഉറക്കമായിട്ടുണ്ട്. ഇവനെ അവിടെ നിന്ന് തന്നെ വിശപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഇപ്പം എത്ര നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടുന്ന് പോകുന്ന സമയത്തേ ആൾ ഇതിപ്പോൾ എവിടേക്കാണ് പോകണത് എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഒന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ആളൊന്ന് ഉറങ്ങിയത്. ചക്കര അല്ലേ. ഞാൻ പിന്നെ അവനെടുത്ത് മടിയിൽ വെച്ചിരിക്കേണ്ട ആ ചേട്ടന് ഒരു ടർക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിരിച്ചവിടെ കിടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കിടത്തിയിട്ട് ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ആൾ എണീറ്റു കേട്ടോ. പിന്നെ ആൾക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.